തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ പോലീസിനെ ബന്ദിയാക്കി പ്രതികളെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ കഠിനംകുളം പോലീസ് കേസെടുത്തു. സഹോദരങ്ങളായ നബിൻ, കൈഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. അടിപിടിക്കും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. ഇരുവരെയും രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ബന്ധുക്കൾ പോലീസിനെ ബന്ദിയാക്കിയത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വിവരങ്ങൾ. രോഹിണി, ഇന്നലെ രാത്രി 7 മണിയോട് കൂടിയായിരുന്നു സംഭവം. ആ സമയത്ത് തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ നബീൻ, കൈഫ് ഇവർ രണ്ടുപേരും ഈ പുതുക്കുറിച്ചി മേഖലയിലെ കടപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ലഹരി ഉപയോഗിച്ചതായാലും ഇവർ രണ്ടുപേരും തമ്മിലടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം കഠിനംകുളം പോലീസ് അറിയുന്നത്. അങ്ങനെ ഇവരെ പിടിച്ചു മാറ്റാനായിട്ട് അല്ലെങ്കിൽ എത്തുന്ന സമയത്താണ് ഇവരുടെ ബന്ധുക്കൾ ഇടപെടുകയും ഇവരെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് വാഹനം തടഞ്ഞു നിർത്തിയതിനു ശേഷം ഇവരെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇവർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആ സമയത്ത് തന്നെ കടയ്ക്കാവൂർ, അഞ്ചുതെങ്ങ്, പോത്തോക്കോട് തുടങ്ങിയ റൂറൽ മേഖലകളിൽ നിന്നും ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും ഇരുവരെയും പിടികൂടാനോ കേസെടുക്കാനോ ആയിരുന്നില്ല. ഈ തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ രാത്രികാലമായതുകൊണ്ട് തന്നെ കേസെടുക്കണ്ട എന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണ്ട എന്നും ഒരു നിർദ്ദേശം പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഇവരെ നബീലിനെയും കൈഫിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസുകാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നു, അതോടൊപ്പം തന്നെ വാഹനം തടഞ്ഞു, പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. ഈ സംഭവം നടന്ന സമയത്ത് തന്നെ നബീലും കൈഫും രക്ഷപ്പെട്ടതിനു ശേഷം ഈ സമീപത്തുണ്ടായിരുന്ന വീടിന് മുകളിൽ കയറി പോലീസുകാരുടെ വാഹനത്തിന് നേരെ തടിക്കഷ്ണങ്ങളും കല്ലും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എറിഞ്ഞുകൊണ്ട് ആക്രമണം നടത്തിയെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഇരുവരെയും പിടികൂടാനിരുന്നതാണ്. രാത്രി കാലമായതുകൊണ്ട് തന്നെ തീരദേശ മേഖല ആയതുകൊണ്ട് ഇടപെടേണ്ട എന്ന നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ ഇവർ രണ്ടും നിരവധി കേസുകളിൽ പ്രതികളാണെന്നും ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ലഹരി കേസുകളിൽ ഉൾപ്പെടെ പ്രതികളാണെന്നും അറിയാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.